Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. ഇപ്പൊ എല്ലാവരും നവോദയ പ്രിപ്പറേഷൻസിലാണ്. ഇപ്പൊ നമ്മുടെ നേരത്തെ ഇട്ട 2 പാർട്ട് മെന്റൽ എബിലിറ്റിയുടെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ മെന്റൽ എബിലിറ്റിയുടെ PYQലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തിന്റെ ലാസ്റ്റ് പോർഷൻ, പുതിയൊരു പോർഷനിലേക്ക് പോവാണ്. നമുക്കുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് പാർട്ടിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു മിക്ക എല്ലാവർക്കും അറിയാം. പാർട്ട് എല്ലാവരും തന്നെ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ജിയോമെട്രിക്കൽ ഫിഗർ കംപ്ലീഷൻ എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ നോക്കിക്കേ, നമ്മളെല്ലാവരും പസിൽ കളിക്കുന്ന ആൾക്കാരാ, പസിൽ കളിച്ചിട്ടുള്ള ആൾക്കാരാ അല്ലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള പസിൽസ് ആയിരിക്കും നമുക്ക് ഓരോ ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് കിട്ടും. ചില മിഠായിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിൻഡർ ജോയോ അങ്ങനെയൊക്കെ ഓരോന്ന് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുകയൊക്കെ ചെയ്യും അല്ലെ. ഇതിന്റെ കൂടെ ആയിരിക്കും ഇത് വെക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ നോക്കും. അപ്പൊ ഇതേപോലെ ഏതോ ഒരു പീസ് വെക്കുമ്പോൾ അത് കറക്റ്റ് ഒരു ഷേപ്പിൽ വരും. ഇപ്പൊ നോക്കിക്കേ, ഈ ഒരു പോർഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ് എങ്കിൽ, ഈ ഒരു പോർഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഇതുണ്ടോ, ഇത് വരച്ചു. ഈ പോർഷൻ ഇവിടെ വെച്ചാൽ ഇത് നമുക്കൊരു റെക്റ്റാങ്കിൾ പോലെ, ഇച്ചിരി നീട്ടത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ പോലെ കിട്ടൂലേ. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ. ഇതിനെ എങ്ങനെ വെച്ചാലാണ് നമുക്കൊരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ആക്കാൻ പറ്റുക എന്ന് നോക്കാം. അപ്പൊ ഇതിനൊരു സ്ക്വയർ ആക്കണമെങ്കിൽ ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരാൾക്കാർ വരണം അല്ലെ. അത് മാത്രം വരയ്ക്കാൻ ഞാൻ, അത് മാത്രം വരയ്ക്കുമ്പോൾ നോക്കി, ഇത് ഇങ്ങനെ ഒരാൾ വരുന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വരണം അല്ലെ. ഇങ്ങനെ ഒരാൾ വരുമ്പോഴാണ് നമുക്ക് അതൊരു സ്ക്വയർ ആകുന്നത്. അപ്പൊ അത് ഏത് ഓപ്ഷൻ ആണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഫിഗർ, ഈ ഒരു ഫിഗർ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ ഈ ഫിഗർ ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഈ ഫിഗറിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിഗറിനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ലൈൻ പോവുക, നമ്മുടെ ഈ ഒരു രീതിയിൽ വരുന്നു. ദെൻ അടുത്തത് കണ്ടോ, ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഏതോ അതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു രീതിയിൽ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഇവിടെ നമുക്ക് കേറിയാണ് പോകുന്നത്, സോ നമുക്ക് പറ്റത്തില്ല അല്ലെ. രണ്ടാമത്തേതാണെങ്കിലോ കറക്റ്റ് കണ്ടോ, ഈ ഒരു പോർഷൻ വരെ ഇറങ്ങി വരുന്നുണ്ട്. മൂന്നാമത്തെ എനിക്ക് തോന്നുന്നു ബിയും സിയും ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ബിയും സിയിലും ഒരേപോലെയാണ്, പക്ഷെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിന്റെ ആവശ്യം നമുക്കില്ല, സോ നമുക്ക് സിയും പറ്റത്തില്ല. സോ എയും സിയും ഡിയും അല്ല എങ്കിൽ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഇതിനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ സർക്കിൾ തന്നാൽ അതിനെ കംപ്ലീറ്റ് ചെയ്യേണ്ട സർക്കിളിന്റെ പോലെ തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഈ 4 ഫിഗർ മാത്രമേ നിങ്ങളോട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഇതിനെയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് പല രീതിയിൽ കട്ട് ചെയ്ത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാ വരുന്നത്? ഇതൊരു സർക്കിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. ഇതൊരു സർക്കിൾ ആവണം. സർക്കിൾ ആയാൽ മാത്രം പോരാ, എന്തും കൂടെ ഉണ്ട്, ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് വേണം സർക്കിൾ ആവാൻ. അപ്പൊ നോക്കിക്കേ, നമുക്ക് എ പറ്റില്ല, സി ഓക്കെ ആണോ? അതിൽ നമുക്ക് ഇവിടെ ഒരു ചെരിഞ്ഞ സ്ലാൻഡ് ലൈൻ ആണ് അല്ലെ, ഇച്ചിരി ചെരിഞ്ഞാ പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ സി ഓപ്ഷനിൽ അത് നെവരെയാ പറ്റത്തില്ല, ഡിയും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് പറയാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെയുള്ള ആളെ എടുക്കുന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വരണം അല്ലെ. ഏകദേശം നമുക്കിത് ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ, അത് ഓപ്ഷൻ എ. ബാക്കിയെല്ലാം നമുക്ക് വേറെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ജിയോമെട്രിക്കലില് ഭയങ്കര എളുപ്പമായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മിറർ ഇമേജ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, മിറർ ഇമേജ്. ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ.
മിറർ ഇമേജ്. അപ്പോൾ മിറർ ഇമേജ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തൊക്കെയാ? ഇതില് ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ലെഫ്റ്റിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് റൈറ്റിലായിരിക്കും ഉണ്ടാവേണ്ടത്. എയിൽ 2 എണ്ണം, അത് നമുക്ക് വരില്ല. ബിയില് റൈറ്റിലുണ്ട്, സിയിലില്ല, ഡിയില് ലെഫ്റ്റിൽ തന്നെയാണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയണം എന്താണ് മിറർ ഇമേജിന്റെ റൂൾ. 2 റൂൾ ഉണ്ട്, അത് രണ്ടും പഠിച്ചു വെക്കേണ്ടതാട്ടോ. അത് ഇങ്ങനെ മിറർ വന്നിട്ടുള്ള റൂളും പഠിച്ചു വെക്കണം. റൂൾ നമ്പർ 2, അടിയിൽ മിറർ വന്നാലുള്ളതും പഠിച്ചു വെക്കണം. XY, ഈ 2 റൂൾസും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിലും മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. മിറർ ഇമേജിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പോവുകയാണല്ലേ, ഇങ്ങനെ. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടോ ഓരോ ആൾക്കാര്. ദെൻ ഇതില് സെന്റർ ഇവിടെയാണ് നമുക്ക് ഒരാളുള്ളത്. സോ ഇവിടെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരാൾക്കാർ എങ്ങനെ വരും? നേരെ തിരിഞ്ഞ് അപ്പുറത്തേക്ക് ഓർഡറിൽ വരും. കണ്ടോ? അതെ, എല്ലാവരും ഒരേപോലെ തന്നെ വരും. കണ്ടോ? ഇങ്ങനെ തന്നെ തിരിഞ്ഞു വരും. എങ്കിലാണ് നമുക്ക് അത് തിരിക്കാൻ പറ്റുക. ഇനി എവിടെയാണ് ഈ വി പ്ലേസ് ചെയ്യുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ വി ഇല്ല, സോ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ആദ്യം നമുക്ക് ആദ്യമാണോ? അല്ല, ആദ്യത്തെ ഇതാണ് സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. ഇവിടെ തേർഡ് പൊസിഷനിലേക്ക് പോയി അല്ലേ, താഴത്തേക്ക് പോകുന്നു? അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ടി വി, ടിയുടെ ഒരെണ്ണം തിരിച്ചിട്ടേക്കുക. ഇതിനെ മിറർ ഇമേജ് കാണാൻ പറയുമ്പോൾ ഇയാൾ വേണം ഇവിടെ വരാൻ. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ തന്നെ, ഇതും ഇങ്ങനെ തന്നെ. വി നോക്കി, വി നമ്മൾ എങ്ങനെ എഴുതിയാലും നമുക്ക് വി ആയിട്ട് തന്നെ, കാരണം ഈ ഒരു ലൈൻ ഇവിടെ വരും, ഈ ഒരു ലൈൻ ഇവിടെ വരുന്നു. അപ്പൊ നമുക്ക് സെയിം തന്നെ വി പോലെ തന്നെ വരും. ദെൻ ടി എന്താ? അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് ടി തലതിരിച്ച് തന്നുകൊണ്ടാണ് നമ്മളവിടെ തലതിരിച്ചിട്ടത് കേട്ടോ. സോ നമുക്ക് ഏതാണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ടി വി ടി. ഇത് നമുക്ക് തെറ്റാണ്. ടി വി തിരിഞ്ഞു പോയി, അതും തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും മിറർ ഇമേജിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മിറർ ഇമേജിലെ ക്വസ്റ്റ്യൻ നമുക്കിത് ഇങ്ങനെ ഒരു ആരവാണ് പോയിട്ടുള്ളത്. ഇതിന് മിറർ ഇമേജിന് അപ്പുറത്തേക്ക് നമ്മൾ വിടണം. അപ്പുറത്തേക്ക് വിടുമ്പോൾ ഈ ഒരു ലൈൻ എന്ത് ചെയ്യും? ഇത് ലെഫ്റ്റിലേക്ക്, സോറി റൈറ്റിലേക്ക് പോവാണ്. റൈറ്റിലേക്ക് പോണത് അതെന്ത് എങ്ങോട്ട് വരണം? ലെഫ്റ്റിലേക്ക് പോകണം. ഈ ലൈൻ അങ്ങനെ തന്നെ വരും. ഇനി ഇത് റൈറ്റിലേക്ക് പോകുന്നയാളെ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? ഇവിടുന്ന് ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് പോവാം. അപ്പൊ അത് റൈറ്റിന്ന് എങ്ങോട്ട് വരണം? നേരെ തിരിച്ച് ലെഫ്റ്റിലേക്ക് വരണം. മീൻസ് ലെഫ്റ്റ് സൈഡിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, എങ്കിലാണ് നമുക്ക് തിരിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് ഉണ്ട്. ലെഫ്റ്റിന്ന് പോകുന്നയാളെ അയാൾ റൈറ്റിന്ന് പുറത്തേക്ക് വിട്ടോണം. റൈറ്റിലേക്ക് പോകുന്നയാളെ കണ്ടോ ലെഫ്റ്റിലേക്ക് വിട്ടോണം. ഓക്കെ, ദെൻ ഇങ്ങനെ വന്നു. ഇനി ആരോ എവിടെ വരും? ആരോ എങ്ങനെ വരും? ഇവിടുന്ന് പോകുന്ന ആരോയാ. സോ നേരെ അപ്പുറം വരുമ്പം ഇപ്പുറത്തുനിന്ന് പോകും. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ ഫോൾഡിങ്ങിലെ ക്വസ്റ്റ്യൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്നിപ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ലൈൻസ് വരുന്നത്. നമുക്ക് നോക്കിക്കേ, ഇവിടെ നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഒരു പേപ്പറിനെ മുകളിലോട്ട് മടക്കി, അതിനുശേഷം ലെഫ്റ്റിലോട്ട് മടക്കി. ഇത് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. ഈ ലെഫ്റ്റിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തു, അതേപോലെ അവർ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നേരെ ഞാൻ നിവർത്തുകയാണ് എങ്കിൽ, ഇതിനെ ഞാൻ നേരെ ഓപ്പൺ ചെയ്യുവാണ് എങ്കിൽ എന്ത് വരും? ഇത് ഇങ്ങനെ വരും. അതേപോലെ ഈ ഒരു പോർഷൻ ഇവിടെയും വരുമല്ലോ, ഇങ്ങനെ വരും. ഇനി ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരണം. എനിക്കിനി ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ലൈൻ അങ്ങനെ തന്നെ കാണും. ഈ വരുന്ന ആൾക്കാർ എവിടെ വരും? നേരെ തിരിഞ്ഞു വരും. ഇനി ഇതും നേരെ തിരിഞ്ഞു വരുമല്ലോ, കണ്ടോ? അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ഇതിന്റെ ഒരു ആൻസർ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഓപ്ഷൻ ബിയിലാണ് കേട്ടോ. ബാക്കി ഒന്നിലും വരത്തില്ല. ഓപ്ഷൻ ബിയിലാണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ദെൻ അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെയുള്ള പേപ്പർ ഫോൾഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ, അതിനെ റൈറ്റിലേക്ക് മടക്കി, ദെൻ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അത് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ അത്ര ഇവിടെ കട്ട് ചെയ്തൊരു ഡയമണ്ട് ഷേപ്പിന്റെ ഒരു സൈഡ് പോലെ ഇങ്ങനെ ഡയഗണലി കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, അപ്പൊ എന്ത് തോന്നുന്നു? ഈ ഒരു ട്രയാങ്കിൾ മുകളിൽ നിന്ന് മടക്കിയില്ലേ, അത് ഇവിടെയാണ് കിടക്കുന്നത്. ഈ എക്സിന്റെ അടുത്തേക്ക് പോയിട്ടില്ല. സോ ആ എക്സ് മുകളിലേക്ക് വരത്തില്ല.
അപ്പൊ നമുക്ക് എന്ത് പറയാം, എക്സ് രണ്ടിടത്ത് മാത്രമേ വരുള്ളൂ. സോ ഡി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇനി ഇവിടെ ട്രയാങ്കിൾ വരുമോ? അതെങ്ങനെ? ഇവിടെ നമുക്ക് ഡയമണ്ട് ഷേപ്പിന്റെ ആ ഒരു ഇങ്ങനത്തെ ഒരു ലൈൻ അല്ലേ, അത് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ വരണ്ടേ, ഡയമണ്ട് ഷേപ്പിൽ വരണം. സോ നമുക്ക് ഇതും പറ്റില്ല, ഇവിടെയാണ് ഷേപ്പും ഇല്ല, അതും പോയി. സോ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അതിനു മുന്നേ എല്ലാവരും ഒന്ന് നോക്കുക, CC+ല് 6th സ്റ്റാൻഡേർഡിന്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് തരും, നിങ്ങൾക്ക് 5th ബേസിന് വേണ്ടി. ദെൻ നമ്മൾ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ലൈവ് കണ്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് റെക്കോർഡഡ് ലൈവ് ആയിട്ട് അതവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഏറ്റവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക, അല്ലാതെ ഓവർ ആയിട്ടുള്ളതൊന്നും പഠിപ്പിക്കില്ല. കറക്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. അത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം CC+ൽ പഠിച്ചാൽ അഡ്മിഷൻ ഉറപ്പാണ്, പക്ഷേ CC+ൽ ടീച്ചേഴ്സ് പറയുന്നത് പോലെ പഠിച്ചാലാണ് അഡ്മിഷൻ ഉറപ്പാകുക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പോസ്റ്ററിലെല്ലാം ഒരുപാട് കുട്ടികൾ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പ്രാവശ്യവും ഇതേപോലെ തന്നെ പോകട്ടെ. നിങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ്, നിങ്ങളുടെ പേരൻസിന് അതിലേറെ സന്തോഷം. കാരണം ആ ജില്ലയിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ എടുത്ത് ഏറ്റവും നല്ല സ്കൂളിലേക്ക് അവർ അയക്കുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ അപ്പം നിങ്ങൾക്ക് മോക്ക് എക്സാംസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മുടെ ബാച്ച് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9496949929 വിളിക്കുക. അതർവൈസ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ടാവും, ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും എല്ലാം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വരുന്ന ഡീറ്റെയിൽസും ഫ്രീ ക്ലാസ്സസും എല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്പർ 9496949929 വിളിച്ച് എൻക്വയറി എടുക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ, കാരണം 5ൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നമുക്ക് നവോദയ എഴുതാൻ പറ്റുക. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ തന്നെ ഷെയർ ചെയ്യണം കേട്ടോ. അതേപോലെ എല്ലാവരോടും പറയുക, ഒരു എക്സാംസ് എഴുതി നോക്കാനായിട്ട് പറയുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.